ദൈവനാമത്തിന് മഹത്വം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ രണ്ടാമത്തെ ചാനലായ സിയോൻ ഓൺലൈൻ ബൈബിൾ ക്വിസ് നടക്കുന്നുണ്ട്. നാളെ വരെയാണ് ഉത്തരങ്ങൾ അയക്കുവാനുള്ള സമയം. ഇന്നത്തെ പ്രോഗ്രാം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ റോഷ്നി ജെയിംസ്. ആദ്യത്തെ ചോദ്യം: ഏതു ദേശത്തിലെ പൊന്നാണ് മേൽത്തരമാകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഹവീല ദേശത്തെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ ദൈവം കെരൂബുകളെ എങ്ങനെയാണ് നിർത്തിയത്? ഉത്തരം: തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം: ആരുടെ കാലത്താണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയത്? ഉത്തരം: ഏനോശിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാം വാക്യം. അടുത്ത ചോദ്യം: ആദാമിൻ്റെ ആയുഷ്കാലം എത്ര സംവത്സരമാണ്? ഉത്തരം: 930 സംവത്സരം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: നോഹയുടെ പെട്ടകത്തിൻ്റെ നീളം, വീതി, ഉയരം എത്രയാണ്? ഉത്തരം: 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 15-ാം വാക്യം. അടുത്ത ചോദ്യം: 7-ാം മാസം 17-ാം തീയതി പെട്ടകം ഏതു പർവ്വതത്തിലാണ് ഉറച്ചത്? ഉത്തരം: അരാരത്ത് പർവ്വതത്തിൽ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം. അടുത്ത ചോദ്യം: ആരുടെ ദൈവമായ യഹോവയാണ് സ്തുതിക്കപ്പെട്ടവൻ? ഉത്തരം: ശേമിൻ്റെ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 26-ാം വാക്യം. അടുത്ത ചോദ്യം: സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ കലക്കിക്കളഞ്ഞ സ്ഥലം ഏതാണ്? ഉത്തരം: ബാബേൽ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം: തേരഹ് മരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം: ഹാരാൻ. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 32-ാം വാക്യം. അടുത്ത ചോദ്യം: ഉപ്പ് കടലായ താഴ്വര ഏതാണ്? ഉത്തരം: സിദ്ധീം താഴ്വര. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: അബ്രഹാം ദശാംശം കൊടുത്തത് ആർക്കാണ്? ഉത്തരം: ശാലേം രാജാവായ മൽക്കീസദേക്കിന്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: അബ്രഹാമെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ അതിമഹത്തായ എന്താകുന്നു എന്നാണ് ദൈവം പറഞ്ഞത്? ഉത്തരം: പരിചയും പ്രതിഫലവും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പറഞ്ഞ് ഹാഗർ കിണറ്റിനിട്ട പേര് എന്താണ്? ഉത്തരം: ബേർ ലഹൈ രോയി. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസ്രയേലിൽ നിന്ന് എത്ര പ്രഭുക്കന്മാർ ജനിക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം: 12 പ്രഭുക്കന്മാർ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 20-ാം വാക്യം. അടുത്ത ചോദ്യം: ലോത്ത് ജീവരക്ഷാർത്ഥം ഓടിപ്പോയ പട്ടണത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം: സോവാർ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 19-22 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: അബീമേലെക്കിൻ്റെ സേനാപതിയുടെ പേര് എന്താണ്? ഉത്തരം: പീക്കോൽ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം: അബ്രഹാം സാറയെ അടക്കുവാൻ മക്പേല ഗുഹ എത്ര വെള്ളിക്കാശിനാണ് ഹിത്യനായ എഫ്രാനോട് വാങ്ങിച്ചത്? ഉത്തരം: വെള്ളി ശേക്കെൽ 400. ഉൽപ്പത്തി പുസ്തകം 23-16. അടുത്ത ചോദ്യം: ഇങ്ങനെയായാൽ ഞാൻ
എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയത് ആരാണ്? ഉത്തരം റിബേക്ക. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം, ഇസഹാക്കിന്റെ ഇടയന്മാർ കുഴിച്ച ഏതു കിണർ നിമിത്തമാണ് ഗരാറിലെ ഇടയന്മാർ ശണ്ടയിടാത്തത്? ഉത്തരം രഹബോത്ത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാം വാക്യം. അടുത്ത ചോദ്യം, റിബേക്കയുടെ ജീവൻ അസഹ്യമായിരിക്കുന്നത് ആരെ കൊണ്ടാണ്? ഉത്തരം ഹിത്യ സ്ത്രീകളെ കൊണ്ട്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 46-ാം വാക്യം. അടുത്ത ചോദ്യം, ബഥേലിന്റെ പഴയ പേര് എന്താണ്? ഉത്തരം ലൂസ്. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം, ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് ലേയ തൻ്റെ മകനിട്ട പേര് എന്താണ്? ഉത്തരം യഹൂദ. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം 35-ാം വാക്യം. അടുത്ത ചോദ്യം, പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ക്ഷയിച്ചത് ആരാണ്? ഉത്തരം യാക്കോബ്. ഉൽപ്പത്തി പുസ്തകം 31-ന്റെ 36-40 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യാക്കോബ് യേശാവിന്റെ മുൻപിൽ എത്ര പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചു? ഉത്തരം 7 പ്രാവശ്യം. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, യോസഫിന്റെ സഹോദരന്മാർ അവന് വിരോധമായി ദുരാലോചന ചെയ്ത സ്ഥലം ഏതാണ്? ഉത്തരം ദോഥാനിൽ വെച്ച്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം, താമാരിന് യഹൂദയിലുണ്ടായ പുത്രന്മാർ ആരെല്ലാമാണ്? ഉത്തരം പേരസും സേരഹും. ഉൽപ്പത്തി പുസ്തകം 38-ാം അധ്യായം 29-30 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഫറവോന്റെ ഉദ്യോഗസ്ഥനായ അകമ്പടി നായകൻ ആരായിരുന്നു? ഉത്തരം പോത്തിഫർ. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞത് ആരാണ്? ഉത്തരം പാനപാത്രവാഹകന്മാരുടെ പ്രമാണി. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യോസഫ് ഫറവോന്റെ മുൻപാകെ നിൽക്കുമ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? ഉത്തരം 30 വയസ്സ്. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 46-ാം വാക്യം. അടുത്ത ചോദ്യം, ബെന്യാമീന്റെ ഓഹരി സഹോദരന്മാരുടെ ഓഹരിയുടെ എത്ര ഇരട്ടിയായിരുന്നു? ഉത്തരം 5 ഇരട്ടി. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം 34-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.